ഹായ് ഹലോ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. ഞാനിന്ന് ജസ്റ്റ് ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അത്യുഗ്രനായിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനറിൽ പോയി എടുത്ത് ഇവരുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മീൻസ് അവരുടെ സ്റ്റോക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചാർട്ടുകളും മീൻസ് അവരുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. സോ നല്ല റിസൾട്ട് ആയതുകൊണ്ടും അതുപോലെ തന്നെ നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഈ സ്റ്റോക്കിൽ ഉള്ളതുകൊണ്ടും ആണ് നമ്മൾ ഇന്ന് ഈ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ചാർട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ബിഗിനേഴ്സിന് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ അതുപോലെ തന്നെ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ദെൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ടാണ്. ഇത് വീക്ക്ലി ചാർട്ടാണ് ഞാനിപ്പോൾ നിലവിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മളൊരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ മിഡ് ടൈമിലേക്കൊക്കെ നോക്കുന്നതിനും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡൊക്കെ നമുക്ക് നോക്കുന്നതിനും ഒരു ചാർട്ട്, ഈ ഒരു വീക്ക്ലി ചാർട്ട് നമുക്ക് എടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഞാൻ ആദ്യം മുതൽ ഒന്നിനും കാണിക്കും. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി വരച്ചിട്ടിരുന്നതാണ്. നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 2 ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഞാൻ വരച്ച് നോക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് 2017 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് മുതൽ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ വന്നൊരു സപ്പോർട്ട് ഉണ്ടാക്കി നേരെ താഴെ വന്നു. സപ്പോർട്ടല്ല, ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കി നേരെ താഴെ വന്ന് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഈ കോവിഡ് ടൈമിൽ മാത്രമാണ് താഴെ പോയത്. കാരണം ഈ ഒരു ടൈമിൽ എല്ലാ സ്റ്റോക്കുകളും ഏകദേശം ഇങ്ങനെ താഴെ പോയിട്ടുണ്ട്. സോ ഈ താഴെ പോയി നമ്മൾ വലിയ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സപ്പോർട്ട് എടുത്തു, സപ്പോർട്ട് വന്ന് ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു. ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ഈ ക്യാൻഡലിൻ്റെ സൈസ് കണ്ടോ, നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിൽ. ഇവിടെ താഴെ വോളിയം എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ആവറേജ് വോളിയത്തേക്കാൾ നല്ല വോളിയം ഉണ്ട്. മൊമെൻറ്റം ക്യാൻഡിൽ വന്നു, ബ്രേക്ക് ഔട്ട് വന്നു, നേരെ മുകളിൽ വന്നു. അതിനുശേഷം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്ന ഈ ഒരു സ്ഥലത്ത് വീണ്ടും റെസിസ്റ്റൻസ് ഒരു റീടെസ്റ്റ് തന്നു. ആ റെസിസ്റ്റൻസ് പോയിന്റിനെ ഒരു സപ്പോർട്ട് ഏരിയ ആക്കി നേരെ മുകളിലേക്ക് പിന്നെ പറക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്റ്റോക്കിൻ്റെ നിലവിലത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം 2023 മെയ് മാസത്തിലൊക്കെ 224 റേഞ്ച് അല്ലെങ്കിൽ ഒരു 250 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 2379 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് 2984 വരെയൊക്കെ ഈ സ്റ്റോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളും ഉള്ള സ്റ്റോക്കാണിത്. നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇതിൻ്റെ ടെക്നിക്കൽ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഏറ്റവും അധികം ടച്ച് കിട്ടുന്ന ഭാഗത്തിൽ മെയിൻ റിവേഴ്സൽ ഉണ്ടാകുന്ന 2 ഭാഗങ്ങളെ കൂട്ടി ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരച്ചു. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് നമ്മളിവിടെ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും വരച്ചു. ഞാൻ വിക്ക് ടു വിക്കും അല്ലെങ്കിൽ വിക്ക് ടു ബോഡിയാണ് നോക്കുന്നത്. സോ ഈ ഒരു ഭാഗത്ത് വേറെ ബോഡി ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഈ ഒരു ഭാഗത്ത് വേറെ വിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബോഡിയെ കൂട്ടി വരച്ചു. ഈ ഭാഗത്ത് വിക്കുള്ളത് കൊണ്ട് ഞാൻ വിക്കിനെ മുട്ടിച്ചാണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് വിക്കിനെ മുട്ടിച്ച് വരച്ചു. ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും എനിക്കിവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി. ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് വിക്കില്ലാത്തതുകൊണ്ട് ബോഡിയെ ചേർത്ത് വരച്ചു, ബോഡിയെ ചേർത്ത് മുട്ടിച്ച് വരച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ വിക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ട് എടുത്തു. ഓക്കെ, നമ്മൾ വിക്ക് ടു വിക്കോ അല്ലെങ്കിൽ ബോഡി ടു ബോഡിയോ ഇത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ നേരത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിക്ക് ടു വിക്ക് അല്ലെങ്കിൽ ബോഡി ടു ബോഡി ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വിക്കേന്ന് ബോഡിയിലോട്ടും ബോഡിയിൽ നിന്ന് വിക്കിലോട്ടും എടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ വിക്ക് ടു വിക്ക് അല്ലെങ്കിൽ ബോഡി ടു ബോഡി, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വെച്ചിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഇത് എവിടേക്കാണ് ഇനി അടുത്ത സപ്പോർട്ട്. അതായത് ഇപ്പം ഈ സ്റ്റോക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണോ റെസിസ്റ്റൻസ് ഏരിയ ആണോ എന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. നേരെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. സോ ഞാൻ ഇത്രയും ഭാഗങ്ങളെ കൂട്ടി ഒരു ചെറിയൊരു ബോക്സ് ഞാൻ വരയ്ക്കുകയാണ്, റെക്റ്റാങ്കിൾ ബോക്സ്. അതായത് ഇതിനെ നമുക്ക് സപ്പോർട്ട് സോൺ എന്ന് പറയാം.
അതായത് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയെ മൊത്തത്തിലാണ് നമ്മളൊരു സോണായിട്ട് കണക്കാക്കുന്നത്. നേരത്തെ സാധാരണ ആളുകൾ ചെയ്യുന്ന ഇങ്ങനെ ജസ്റ്റ് ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇതാണ് സപ്പോർട്ട് അല്ലെങ്കിൽ ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വര വരയ്ക്കുന്നത്. അതിലും ഒന്നുകൂടെ അത് തെറ്റാണെന്നല്ല, അത് ശരിയാണ്. എന്നാൽ അതിൽ ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സോണായിട്ട് വരയ്ക്കുകയാണ്. ഈ സോൺ വരയ്ക്കാൻ നേരത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ബിഹേവ് ചെയ്യും. സോ ഇങ്ങനെ സോണായിട്ട് വരയ്ക്കുന്നതായിരിക്കും ബിഗിനേഴ്സിന് നല്ലത്. നമ്മൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഈ സോണിനെ മാറ്റിയിട്ട് നമുക്ക് ഒറ്റ ഒരു ലൈനാക്കി വരയ്ക്കാം. ഇത് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും നമുക്ക് നല്ലത്. സോ ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ചു, അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു ലൈനൂടെ ഞാൻ വെറുതെ വരച്ചിടുകയാണ്, നമ്മളുടെ ഒരു അറിവിലേക്കോ നമ്മളുടെ ഒരു പെട്ടെന്നൊരു ഐ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കാണാൻ നേരത്ത് നമുക്ക് മനസ്സിലാകും, ഈ ഒരു ചാർട്ടിൽ ഇവിടുന്ന് കയറി വന്നു, നേരെ മുകളിൽ വന്നു ഇവിടെ വന്നൊരു റെസിസ്റ്റൻസ് വന്ന് അടിച്ചതിന് ശേഷം നേരെ ഈ ഒരു റേഞ്ചിലേക്ക് വന്നു. ഈ ഒരു റേഞ്ചിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ സ്റ്റോക്ക് ആദ്യം ഇവിടെ വന്നു, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കി നേരെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ അടിച്ചു, നേരെ തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിന്ന് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കിയാൽ നമുക്ക് ഇത്രയും നല്ല റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷവും വോളിയത്തിൻ്റെ സൈസ് നിങ്ങൾ നോക്കി, അതായത് വോളിയം ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിൽ തന്നു, നല്ല വോളിയം ഉണ്ടായിരുന്നു. അതിനുശേഷം സെല്ലേഴ്സ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വോളിയം നേരെ ഒരു സെല്ലിംഗ് വോളിയം വന്നു. പക്ഷേ സെല്ലിംഗ് വോളിയം ആണെങ്കിൽ പോലും വോളിയം കുറവാണ്. അതിനുശേഷം വീണ്ടും ബയർ ആക്റ്റീവായി ഇവിടെ മൊമെൻറ്റം ക്യാൻഡിൽ വന്നു, ട്രെൻഡ് ലൈനിൽ അടിച്ചു, വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി. പക്ഷേ ആക്റ്റീവ് ആയെന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വോളിയം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റീറ്റെയിലേഴ്സ് മാത്രമാണെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിവിടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇവിടെ ഒരു തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളോ ആരുമില്ല, ഇവിടെ ജസ്റ്റ് റീറ്റെയിലേഴ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്കിവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാം. അതിലുപരി ഇതൊരു ഒരു ഒരു എന്താണ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മേജർ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു മേജർ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഈ ഭാഗത്തുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ നമുക്ക് ഇനിയും ഈ ഒരു ചാർട്ടിനി മിക്കവാറും പോകുന്നത്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീക്കിലി ക്യാൻഡിലാണ്. അതായത് ട്രെൻഡ് ലൈനിൽ വന്നിട്ട് നേരെ സപ്പോർട്ട് എടുത്ത് നേരെ ഒരു റിവേഴ്സൽ ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഒരു ബെയറിഷ് ഷെയ്ഡാണ് നിൽക്കുന്നത്. സെല്ലേഴ്സാണ് ഇപ്പോൾ അല്പം ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. എങ്കിൽ പോലും സെല്ലിംഗ് ഏരിയയിൽ നിന്ന് റിജക്ഷനാണ് നിലവിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സെല്ലേഴ്സാണ് നിൽക്കുന്നത്, സെല്ലിംഗ് വോളിയമാണ് നിൽക്കുന്നത്. സോ നമ്മളൊരു അല്പം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു നല്ലൊരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബയ്യേഴ്സിൻ്റെ നല്ലൊരു ക്യാൻഡിൽ ഇവിടെ വന്നു കഴിയുന്ന സമയത്ത് നല്ല നമുക്കൊരു ഹോപ്പ് കിട്ടും. അങ്ങനെ ഒരു ബൈയിങ് മൊമെൻറ്റം ഉള്ള ഒരു ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഏകദേശം ആ ക്യാൻഡിൽ ഇവിടെ വരികയാണ് എങ്കിൽ അവിടുന്ന് നമ്മുടെ ട്രെൻഡ് ലൈനിലേക്ക് ഏകദേശം നമുക്ക് ഒരു 49% അല്ല എങ്കിൽ ഒരു 30% എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 40% എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ട്രെൻഡ് ലൈൻ അനുസരിച്ച് ഇത് കാണിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ബൈയിങ് മൊമെൻറ്റം ക്യാൻഡിൽ വരികയാണ് എങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം അടുത്ത ട്രെൻഡ് ലൈൻ വരെ 46% അപ്രോക്സിമേറ്റ് നമുക്കിവിടെ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലേക്ക്. സോ നമുക്കവിടെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരെ നമുക്ക് കയറി പോകുന്നു പ്രതീക്ഷിക്കാം. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ നോക്കുകയാണ് എങ്കിൽ ഇവിടെ നമുക്കൊരു 46% കിട്ടുന്നതിനൊപ്പം തന്നെ ഏകദേശം നമുക്കിവിടെ ഒരു 20% മിനിമം ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് നിലവിലുണ്ട്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു ബൈയിങ് മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് വെക്കുകയാണ് എങ്കിൽ, ഏകദേശം 1980 റേഞ്ചിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുകയാണ് എങ്കിൽ അത്യാവശ്യം വലിയ ഒരു ഇതില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അവിടുന്ന് താഴേക്ക് പോകാൻ സാധ്യത തീരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഏകദേശം നല്ലൊരു സപ്പോർട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ ക്യാൻഡിൽ നല്ലപോലെ റിവേഴ്സ് ആയിട്ടുണ്ട്. ഈ മൊമെൻറ്റം ക്യാൻഡിലാണെങ്കിലും, ഈ കാണിച്ചിരിക്കുന്ന മൊമെൻറ്റം ക്യാൻഡിലാണെങ്കിൽ ഇവിടെ നിന്നാണ് റിവേഴ്സൽ വന്നിരിക്കുന്നത്. സോ ഈ ക്യാൻഡിലാണെങ്കിൽ ഇവിടെ നിന്നാണ് റിവേഴ്സൽ വന്നിരിക്കുന്നത്. സോ ഇവിടെ അത്യാവശ്യം നല്ല ഒരു മൊമെൻറ്റം ഉള്ള ഏരിയയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ ആയാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെയും ക്യാൻഡിലിൻ്റെ റിവേഴ്സലുകൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെയും അത്യാവശ്യം ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായിട്ടിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ
നമുക്ക് വേണമെങ്കിൽ എസ് എൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് അല്പം ഘനമുള്ളതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് മാറ്റിയിട്ടാലും വേറെ തെറ്റുകളൊന്നുമില്ല. കാരണം പ്രൈസിന് കയറി ഇറങ്ങി ഒന്ന് നിരങ്ങാനുള്ളൊരു ഒരു സ്പേസ് നമ്മളോട് കൊടുക്കുകയാണെങ്കിൽ എസ് എൽ അടിക്കാതെ കയറിപ്പോകും. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്നാൽ അതിനോടൊപ്പം തന്നെ മാക്സിമം എസ് എൽ അടിക്കാതെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളിക്കുന്ന ബിഗ് പ്ലേയേഴ്സിനെല്ലാം കൃത്യമായിട്ട് അറിയാം നമ്മൾ എവിടെ ആയിരിക്കും എസ് എൽ വെച്ചേക്കുന്നുള്ളത്. കാരണം ഇവിടെ കയറുന്ന ഒരു ബിഗ് പ്ലെയറിന് അവന് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ചാർട്ട് നമ്മളെപ്പോലെ തന്നെ അവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് കൃത്യമായിട്ട് അറിയാം നമ്മൾ റീറ്റെയിലേഴ്സ് എവിടെ ആയിരിക്കും എസ് എൽ വെക്കുന്നത്. ഒന്നെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലായിരിക്കും വെക്കുന്നത്, അല്ല എങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ തൊട്ട് ഈ ഒരു ലാസ്റ്റ് ക്യാൻഡലിൻ്റെ റിവേഴ്സിൽ വന്ന ക്യാൻഡലിൻ്റെ ഈ ചുവട്ടിലായിരിക്കും എസ് എൽ വെക്കുന്നതെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. സോ അവൻ ഇവിടെ നേരെ താഴെ കൊണ്ടുവന്ന് ഇവിടെ എസ് എൽ അടുപ്പിച്ചതിന് ശേഷം അവൻ നേരെ മുകളിലോട്ട് കയറ്റി കൊണ്ടുപോകും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ കുറച്ചുകൂടെ എസ് എൽ പോയിന്റ് കഴിഞ്ഞിട്ട്, അതായത് തൊട്ട് മുകളിലുള്ള എസ് എൽ ഇടാൻ പറ്റുന്ന ആ ഒരു റിവേഴ്സൽ ക്യാൻഡലിന് താഴെ ചെറിയൊരു സ്പേസ് ഇട്ടതിന് ശേഷം ഏകദേശം ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ, നമ്മളുടെ പോക്കറ്റ് അനുവദിക്കുമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇടുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന എസ് എൽ അടിക്കാതെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മൾ മാക്സിമം നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എസ് എൽ അടിപ്പിക്കാണ്ടിരിക്കാൻ എങ്ങനെ പറ്റുമോ അതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. സോ ഇതാണ് എൻ്റെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച വ്യൂ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. സ്റ്റോക്ക് ഇങ്ങനെ വന്നു, ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ അടിച്ചു, നേരെ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ ആ ഒരു ഭാഗത്ത് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഗ്രാജുവലി ഗ്രോ ചെയ്ത് മുകളിലേക്ക് കയറിയിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഈ ഒരു ഏരിയയെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു ഏരിയയിൽ ഒരു റേഞ്ച് ഉണ്ടാക്കി, മീൻസ് നല്ല റിസൾട്ട് ആണെങ്കിൽ പോലും ഇപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ ഒരു റേഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നിന്നായിരിക്കും മുകളിലോട്ട് ഇനിയും ഗ്രോ ചെയ്ത് മുകളിലോട്ട് കയറി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതെൻ്റെ ജസ്റ്റ് ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല, പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലുകൾ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. എൻ്റെ സ്റ്റഡീസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ അറിവും അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ സംഭവിക്കണം 100% ഉറപ്പില്ല, ചിലപ്പോൾ സംഭവിച്ചേക്കാം. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മാർക്കറ്റാണ്, അൺപ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ. സോ ഇങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്പം ക്രൂഷ്യലാണ്. സോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻട്രി എടുക്കാൻ പ്ലാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ശ്രമിക്കാം. പക്ഷേ കൃത്യമായിട്ട് എസ് എൽ ഇവിടെ എല്ലാവരും കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ ദെൻ.